5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പാകിസ്ഥാൻ എന്നും ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞൊരു 25 വർഷക്കാലത്തിലേറെയായി തുടർച്ചയായി 2 വർഷം 3 വർഷം 5 വർഷം കൂടുമ്പോൾ, പരമാവധി 6 വർഷം കൂടുമ്പോൾ നമ്മെ ആക്രമിച്ചിട്ടുണ്ട്. അവർ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ഭീകരവാദികളെ കൊണ്ട് ആക്രമിപ്പിക്കും. എന്നിട്ട് അതിനെ തള്ളിപ്പറയും. പിന്നെ ഭീകരവാദികൾക്ക് സ്വീകരണം കൊടുക്കും. അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആവശ്യമായ എല്ലാ സഹായവും കൊടുക്കും. പ്രാർത്ഥന നടത്തും. പല രൂപത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1989 ജമ്മു കാശ്മീരിൽ വലിയ ബഹളമുണ്ടാക്കി. 99 ആകുമ്പോൾ കാർഗിൽ യുദ്ധം തന്നെ ഉണ്ടാക്കി. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന മെയ് മാസത്തിൽ നടന്ന കാർഗിൽ യുദ്ധമുണ്ടാക്കി. 2001 പിന്നെ തുടർന്ന് വീണ്ടും 3 വർഷം കഴിയുമ്പോൾ 2001 ആകുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ആക്രമിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചു. എത്ര മനോഹരമായിട്ടാണ് അതിന് നമ്മുടെ ഇന്ത്യൻ സേന ചേർത്ത് തോൽപ്പിച്ചത്. 9 മരണം സംഭവിച്ചു, 18 പേർക്ക് പരിക്ക് സംഭവിച്ചു. എന്നിട്ടും പാകിസ്ഥാൻ അടങ്ങിയിരുന്നില്ല. 2002 ആകുമ്പോൾ അക്ഷർധാം, ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ സന്ദർശന കേന്ദ്രമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം പോലെ ആളുകൾ സന്ദർശിക്കുന്ന അക്ഷർധാം ടെമ്പിളിനെ ഉപദ്രവിച്ചു. അതിനവിടെ സ്ഫോടനം നടത്തി. 31 പേരാണ് മരിച്ചത്, 81 പേർക്ക് പരിക്കേറ്റു. എന്നിട്ടും പാകിസ്ഥാൻ വീണ്ടും അടങ്ങിയിരുന്നില്ല. 2008 ആകുമ്പോൾ മുംബൈ ആക്രമണം നടത്തി. 300 പേർക്കാണ് പരിക്ക് പറ്റിയത്, 164 പേർ മരിച്ചു. വളരെ വലിയ ആക്രമണമാണ് നടത്തിയത്. അതിൻ്റെ ആക്രമണത്തിൻ്റെ സൂത്രധാരനെയൊക്കെ ഭാരതം പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതെല്ലാം കസബയുടെ കഥകളുണ്ട്. അതുപോലെ തന്നെ റാണയെ കൊണ്ടുവന്നു, എല്ലാം ചെയ്തു. പക്ഷേ എങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് 164 ജീവനുകളും 300 പേർക്ക് പരുക്കുമാണ്. പരുക്ക് പറ്റിയതിൽ എത്രയോ പേർ വികലാംഗരായിട്ടൊക്കെ ആയിരിക്കും, അംഗപരിമിതിയോടുകൂടിയായിരിക്കും ജീവിച്ചിരിക്കുക. അത് ഇത്ര മനോഹരമായ രീതിയിലാണ് ജീവിക്കേണ്ട മനുഷ്യരെയാണ് ഇങ്ങനെയൊക്കെ പാകിസ്ഥാൻ തുരത്തിയത്. 2008 കഴിഞ്ഞ് വീണ്ടും 16 ആകുമ്പോൾ ഉറി സൈനിക കേന്ദ്രത്തിൽ മരണം 20 21 പേർക്ക് പരിക്കേൽപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ പാകിസ്ഥാൻ നിശ്ചിത ഇടവേളകളിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ കൈവയ്ക്കുന്നത്? കാശ്മീരാണോ ലക്ഷ്യം? കാശ്മീരാണ് ലക്ഷ്യമെങ്കിൽ ഡൽഹി ആക്രമിക്കുന്നതിനാണ്, അല്ലെങ്കിൽ മുംബൈ പോയി ആക്രമിക്കുന്നു, അക്ഷർധാം ക്ഷേത്രത്തിനെ ആക്രമിക്കുന്നു. അപ്പോൾ ലക്ഷ്യം അതല്ല. ഇടയ്ക്കിടയ്ക്ക് ഭാരതത്തെ ഒന്ന് ചൊറിയുക, അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതിലൂടെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, കാശ്മീർ വിഷയത്തെ UN കൊണ്ടുപോയി സജീവമായി നിർത്തുക, പാകിസ്ഥാനിലെ ജനങ്ങളെ ഞങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടുന്നവരാണെന്നൊരു വീരപരിവേഷം കൊണ്ടുവരിക. അങ്ങനെ ഒത്തിരി അജണ്ടകളുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഒക്കെ കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. മുസ്ലിങ്ങൾ അരക്ഷിതരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പല രൂപത്തിലുള്ള വിവിധങ്ങളായ കപട അജണ്ടകളുമായിട്ടാണ് പാകിസ്ഥാൻ ഈ പണിയുമായിട്ട് ഇറങ്ങുന്നത്. 2016 ഉറിയുടെ ആക്രമണത്തിന് ശേഷം 19 ആകുമ്പോൾ പുൽവാമയിലും വലിയ ആക്രമണം നടത്തി. ഉറിയ്ക്കും പുൽവാമ ആക്രമണമൊക്കെ വരുമ്പോൾ ഭാരതം നന്നായി തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. ഉറി സൈനിക കേന്ദ്രത്തിൽ ആക്രമിച്ചപ്പോൾ 40 പേരാണ് മരിച്ചുപോയത്. നമുക്ക് 5 പേർക്ക് പരിക്കേൽക്കുകയും പറ്റി. അതെല്ലാം കഴിഞ്ഞ് 19 കഴിയുമ്പോൾ വീണ്ടും 6 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ 2025 കാശ്മീരിൽ 26 പേരെ കൊന്നു, 17 പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെ തുടർച്ചയായി 67 യുദ്ധം കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 25-30 വർഷക്കാലം കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ മണ്ണിൽ വിവിധ തരത്തിൽ ഭീകര പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഭാരതം കൃത്യമായ രീതിയിൽ യുദ്ധം നടത്തുകയോ തിരിച്ചടി നൽകുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ 9 കേന്ദ്രങ്ങൾ തകർത്തു. ഇനിയും ഭീകര കേന്ദ്രങ്ങളെ തകർക്കാതിരുന്നാൽ വീണ്ടും നിശ്ചിത വർഷം കഴിയുമ്പോൾ അവർ പുതിയ രൂപത്തിൽ പുതിയ ആളുകളുമായി നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും അതുപോലെ അന്നത്തെ ഭരണാധികാരികളും ഒരു ധാരണ ഉണ്ടായിട്ടല്ലേ 2 രാജ്യം ആയത്? പാകിസ്ഥാൻ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യം വേണം എന്ന് പറഞ്ഞ് കൊടുത്തതാണല്ലോ. പിന്നെ നിസ്സാരമായ രാജ്യങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഒരു രാജ്യവുമായി ഇങ്ങനെ നിത്യശത്രുതയിൽ പാകിസ്ഥാൻ പോകുന്നത്? അതിനെന്താണ് അവർക്ക് കിട്ടാനുള്ളത്? എന്തായാലും നിശ്ചിത ഇടവേളകളിൽ ഒന്നുകിൽ 2 വർഷം 3 വർഷം പരമാവധി 6 വർഷം കൂടുമ്പോൾ നമ്മെ നിരന്തരം ആക്രമിക്കുന്ന ഒരു പൈശാചിക രൂപമാണ് നാം കണ്ടുവരുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരാക്രമണമല്ല, ആക്രമണങ്ങളുടെ പരമ്പര തന്നെയാണ് പാകിസ്ഥാൻ അഴിച്ചുവിടുന്നത്.